പേജ് നമ്പർ 36 ഹസ്തശില്പ ഉദ്യോഗ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. ഹസ്ത എന്ന് പറഞ്ഞാൽ ഹാത്ത്, ഹാൻഡിനെയാണ് കേട്ടോ ഹസ്ത എന്ന് പറയാം. ഹസ്തശില്പ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട്, കരകൗശലം കേട്ടിട്ടുണ്ടോ? അതാണ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത്. केरल भारत का एक सांस्कृतिक रूप से समृद्ध राज्य है, जहाँ की हस्तशिल्प परंपरा राज्य की ऐतिहासिक, धार्मिक और प्राकृतिक विविधता को प्रतिबिंबित करती है. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭാരതത്തിലെ, ഇന്ത്യയിലെ തന്നെ സാംസ്കൃതിക് രൂപസെ കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. സമൃദ്ധം എന്ന് പറഞ്ഞാൽ റിച്ച് കേട്ടോ, കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. ജഹാംകി ഹസ്തശില്പ പരമ്പര, ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, ധാർമ്മിക റിലീജിയസ് ആയിട്ടുള്ള, പ്രാകൃതിക് വിവിധത, അതായത് നാച്ചുറൽ ഡൈവേഴ്സിറ്റിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കരകൗശലത്തിലും ഹാൻഡിക്രാഫ്റ്റിലും നമ്മുടെ ഹിസ്റ്ററി, കൾച്ചർ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നേച്ചറിന്റെ നാച്ചുറൽ ഡൈവേഴ്സിറ്റി ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ यहाँ का हस्तशिल्प उद्योग न केवल स्थानीय लोगों की आजीविका का प्रमुख स्रोत है, बल्कि यह राज्य की सांस्कृतिक पहचान और पर्यटन उद्योग का भी एक अभिन्न अंग बन चुका है. അപ്പം ഇവിടെ പറയുന്നത്, നമ്മുടെ ഇവിടെയുള്ള ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേവലം ഇവിടെയുള്ള ലോക്കൽ പീപ്പിൾസിൻ്റെ, സ്ഥാനീയ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ലോക്കൽ പീപ്പിൾസിൻ്റെ ജസ്റ്റ് ഉപജീവന മാർഗം, അതായത് ലൈവ്ലിഹുഡ് എന്ന് മാത്രമല്ല, അവരുടെ ആജീവിക എന്ന് പറഞ്ഞാൽ ലൈവ്ലിഹുഡാണ് കേട്ടോ, അവരുടെ ഉപജീവന മാർഗം മാത്രമല്ല, അതും കൂടിയാണെന്ന്, അത് മാത്രമല്ല, ബൽക്കി ഈ രാജ്യക്ക് സാംസ്കൃതിക്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ തന്നെ സാംസ്കൃതിക് പെഹച്ചാൻ, കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ പര്യടന ഉദ്യോഗ കാബി. പര്യടന ഉദ്യോഗം എന്ന് പറഞ്ഞാൽ മറ്റേ ടൂറിസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഒരു മെയിൻ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഈ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന കാര്യം കേട്ടോ. കേരളത്തിൽ ഈ സന്ദർഭമേ ദോ പ്രമുഖ ഹസ്തശില്പ വിശേഷ രൂപസെ ഉല്ലേഖനീയ ഹെ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇവിടെ കേരളത്തിലുള്ള 2 മെയിൻ ഹാൻഡിക്രാഫ്റ്റിനെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അതൊന്നാമതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്, മറ്റേത് നാരിയൽ ഉൽപാദ്, അതായത് കോക്കനട്ടിൻ്റെ ഇത് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങളാണ്, ചില പ്രൊഡക്ട്സ് ആണ് നാരിയൽ ഉൽപ്പാദം എന്ന് പറയുന്നത്. മറ്റേത് ആറന്മുള കണ്ണാടി. അപ്പോൾ ഫസ്റ്റ് വൺ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. आरन्मुला कन्नाडी एक पारंपरिक धातु दर्पण है जो केरल के पत्तनमतिट्टा जिले के आरन्मुला गांव में बनाया जाता है. അപ്പോൾ ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ഒരു മെറ്റൽ മിറർ ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ധാതു ദർപ്പൺ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെറ്റൽ മിറർ, പാരമ്പരിക് ധാതു ദർപ്പൺ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെറ്റൽ മിറർ ആണ് ഇത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുള്ള ആറന്മുള എന്ന് പറയുന്ന വില്ലേജിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സ്ഥലം മറക്കരുത്. ये दर्पण भारत में अपने प्रकार का एकमात्र और विश्व स्तर पर भी അദ്വിതീയ ഹെ. അപ്പം ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു മിറർ ഇല്ല, ഏകമാത്രമാണെന്ന് പറഞ്ഞാൽ ഒരേ ഒരു മിററാണ് ഇത്തരത്തിലുള്ള. അതുപോലെ തന്നെ ഇത് വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ ഗ്ലോബലിയും അദ്വിതീയ, യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഇസേ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് ബി പ്രാപ്തി ഹെ. ഈ ആറന്മുള കണ്ണാടിക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആയിട്ടുള്ള GI ടാഗും കിട്ടിയിട്ടുണ്ട്. യ കാഞ്ച സെ നഹി ബൽക്കി ധാതു മിശ്ര ധാതു സെ ബനാ ഹോത്താ ഹെ. അപ്പോൾ നമുക്കറിയാം നോർമലി മിറർ എന്താ, ഗ്ലാസ് കൊണ്ടില്ലല്ലേ, ഗ്ലാസ് മിറേഴ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ഗ്ലാസ് അല്ല, കാഞ്ചൻ എന്ന് പറഞ്ഞ ഗ്ലാസ് എന്നാണ്. അപ്പോൾ ഗ്ലാസ് കൊണ്ടല്ല, ബൽക്കി ധാതു മിശ്ര ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലാണ്, മെറ്റൽ അലോയ്, ഈ ലോഹസങ്കരം എന്നൊക്കെ പറയാറില്ലേ, മെറ്റൽ അലോയ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ये दर्पण सामान्य कांच के दर्पण की तुलना में अधिक स्पष्ट है. ഇത് മറ്റ് എന്താ ഈ ഗ്ലാസിൻ്റെ മിററിൽ നിന്നും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി സ്പഷ്ടമാണെന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഈ എന്താ പറയുക, മെറ്റലിൻ്റെ മിററാണ് മറ്റുള്ള ഗ്ലാസ് മിററിനെക്കാളും കുറെ കൂടി ക്ലിയർ ആയിട്ടുള്ളത്, സ്പഷ്ടമായിട്ടുള്ളത്, വ്യക്തമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇസേ ഹാത്ത് സേ പോളിഷ് കിയാ ജാത്ത ഹെ. ഇത് കൈ കൊണ്ടാണ് പോളിഷ് ചെയ്ത് എടുക്കുന്നത്. ജിസ്സേ ഇസ്കി ചമക് ബഡ്തി ഹെ. അതിലൂടെ ഇതിൻ്റെ തിളക്കം കൂടുകയും ചെയ്യുന്നു. ആറന്മുള കണ്ണാടി को शुभ माना जाता है और यह केरल की पारंपरिक गृह सज्जा व वैवाहिक उपहारों में महत्वपूर्ण स्थान
രക്താ ഹെ. അപ്പൊ ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് എന്താ, ഒരു മംഗളകരമായിട്ടുള്ള, ഒരു ശുഭമായിട്ടുള്ള, ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളക്ക് പാരമ്പര്യ ഗൃഹസജ്ജ, നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഹോം ഡെക്കോറിൻ്റെയും അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകളിലൊക്കെ ഒരു ഉപഹാരം, ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഇത് വെക്കാറുണ്ട്. ഹോമിലായാലും ഈ വൈവാഹിക ഉപഹാരം ചടങ്ങുകൾ, വിവാഹത്തിലൊക്കെ എന്താ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഈ ആറന്മുള കണ്ണാടി ഇതൊരു ശുഭകരമായിട്ടുള്ള, ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് മംഗളകരമായിട്ടുള്ള ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. യഹ് ദർപ്പൺ കേരൾ की शिल्पकला की श्रेष्ठता और वैज्ञानिक दृष्टिकोण का प्रतीक है. ഈ ഒരു മിറർ, ദർപ്പൺ എന്നാണ് ഈ മിറർ എന്ന് പറയുന്നത്. അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മിറർ എന്ന് പറയുന്നത് കേരളക്ക് ശില്പകല, ഹാൻഡിക്രാഫ്റ്റിന്റെ ശ്രേഷ്ഠത ഓർ വൈജ്ഞാനിക ദൃഷ്ടികോൺ, ഇതിന്റെ ശ്രേഷ്ഠതയും സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിന്റെ ഒക്കെ ഒരു സിമ്പലാണ്, ഒരു പ്രതീകമാണ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഹസ്തശില്പ് സീമിത് പൈമാനെ പർ നിർമ്മിത് ഹോത്താ ഹെ. ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് സ്കെയിലിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാനും, അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ഇതങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നില്ല, വളരെ ലിമിറ്റഡ് സ്കെയിലിൽ മാത്രമാണ് ഇത് എന്താ മേക്ക് ചെയ്യുന്നതെന്നാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.